വസന്താമേ. ആമിന അവിടെ ഇവിടെ കാണാനല്ലോ. വസന്താമേ, ആ സ്ഥലത്ത് നടന്ന പിന്നെ ഈ സ്ഥലല്ലേ, എവിടെ പോയി സുഭദ്രാമ? ഉമ്മുമ്മ ചിലപ്പോ കാട്ടിക്കന്നെ തിരിച്ചു പോയിണ്ടെങ്കിലോ? കുൽസോ, ഇതൊരു കാടന്നെ. പക്ഷെ അന്നുണ്ടായിരുന്ന കാടല്ലല്ലോ. ഏയ് അതല്ല. എന്നാൽ എന്തിനേക്കളെ സുഭദ്രാമ പുറത്തേക്ക് ഇറങ്ങിണ്ടാവാ? ആർക്കറിയാം. ആമിന മതി, വാ വീട്ടിക്ക് പോവാ. ആടക്ക് വസന്താമേ. ഈ ജാനര സുഭദ്രാമേ, പോയി പണിയൊക്കെ വീട്ടിക്ക് പോവാ. എന്റെ വസന്താമേ, നിങ്ങൾ വിചാരിക്കണ മാരിയല്ല. ഈ സുഭദ്രാമ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അന്ന് എന്നെ കാട്ടിന്ന് രക്ഷിച്ചത് ദേ ഈ സുഭദ്രാമയാണ്. അതുകൊണ്ട് ഇച്ചറിയണം സുഭദ്രാമ എന്തിനാ കാടിറങ്ങി പുറത്തേക്ക് വന്നേന്ന്. അതെന്തേലും ആയിക്കോട്ടെ എന്റെ ആമിന. അങ്ങനെ എന്തേലും ആവാൻ പാടില്ല വസന്താമേ. സുഭദ്രാമക്ക് എന്തേലും പ്രശ്നം ഉണ്ടാവും കാര്യമായിട്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വന്നത്. വാ വസന്താമേ, കുറച്ചുകൂടി മുന്നിട്ടേക്ക് നടന്നോക്കാം. എന്നാലും എന്തിനേക്കോ ഈ സുഭദ്രാമ കാട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങിണ്ടാവുക? എന്റെ മോള്, എന്റെ മോള്, മോളെ, എന്നാലും നീ എവിടെയാ? ആമിനത്ത് എവിടെ ഒന്നുമില്ലല്ലോ. എന്നാലും സുഭദ്രാമ എന്ത് പോക്കാ പോയത്? വാ ആമിന, നമുക്ക് വീട്ടിൽ തന്നെ തിരിച്ചു പോവാ. അങ്ങനെ പറയല്ല വസന്താമേ, നമുക്ക് കുറച്ചും കൂടി മുന്നോട്ടേക്ക് നടന്നു നോക്കാം. എന്റെ ആമിനച്ച് പറയണ മാരിയല്ലോ, ഇത് കാടാണ് കാട്. അയിന് കുന്തം. വാ വീട്ടിൽ പോവാ. വസന്താമ പോയിക്കോ, ഞാനില്ല. ഉമ്മുമ്മ അല്ലാതെ ഞാനും ഇല്ല. ആമിനത്ത് വരാതെ ഞാനും വരൂല ടച്ചമ്മ. നിങ്ങൾ വളരെ ആമിനാത്തി. ഞാൻ പോവാണ്, എനിക്ക് ഇവിടെ നിന്നിട്ടേ പരാന്ത് എടുക്കണോ. അച്ഛമ്മ ഒറ്റക്കാ പോണേ? നിങ്ങൾ ആരിന്റെ കൂടെ വരൂലോ? ഇല്ല, വരൂല. അപ്പൊ പിന്നെ ഈ ചോദ്യം ചോദിക്കാൻ നിൽക്കണ്ട. വസന്താമേ, പോകുമ്പോ സൂക്ഷിച്ചു പോണട്ടാ. അത് ചേച്ചി പറയാൻ നിൽക്കണേ. കുറച്ചേന ആ കാട്ടിനുള്ളൊന്ന് വലിയൊരു പുലി വരുന്ന് പറഞ്ഞീനു. ആര്? സുഭദ്രാമ. ജന്റെ സുഭദ്രാമി. ശരി വസന്താമ, നിങ്ങള് പോണില്ലേ? ഇല്ല. അതെന്താ? ഇച്ച് പുലിനെ പേടിയാ. അങ്ങനെ പറീ ആമിന. എന്നാ ബാ. ഏട്ടേ സുഭദ്രാമനെ കണ്ടെടുക്കണ്ടേ? വേണം, എന്റെ കൂടെ വാന്നാല്. എന്റെ മോള് എവിടെ? സുഭദ്രാമേ. ആരാ നിങ്ങളൊക്കെ? ആരാ? സുഭദ്രാമേ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഇതേതാ? അല്ലാ സുഭദ്രാമേ, നിങ്ങൾക്ക് എന്നെ മറന്നോയോ? ഇതേതാന്ന് പറയുന്നാലേ ഓർമ്മട്ടുള്ളൂ. സുഭദ്രാമേ, അന്ന് ഞാൻ കാട്ടിക്ക് വന്നപ്പോ ഇങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേനോ? അതെപ്പോ? മമ്മദാലിന്റെ കുതിര ആ കാട്ടിലിട്ട് പോയില്ലേ എന്നെ? അപ്പൊ നിങ്ങളെ വീട്ടിക്ക് കയറ്റി മൃഗങ്ങളെ കടി കൊള്ളാതിരിക്കാൻ വേണ്ടിട്ട്. ആ, ഇച്ച ഓർമ്മട്ടി. ആ പൊട്ടത്യാമിന. അതന്നെ സുഭദ്രാമേ, ആ പൊട്ടത്യാമിന. അല്ല സുഭദ്രാമേ, നിങ്ങൾ എന്തിനാ ഇവിടെ ഒറ്റക്കിരിക്കണേ? ഏയ് ഒന്നുമില്ല. അല്ല അജെന്തിനാ കരീനേ? ഏയ് ഒന്നുമില്ല. ഏയ് അല്ല, എന്തോ കാര്യണ്ട്, പറയ് സുഭദ്രാമേ. ഏയ് ഒന്നുമില്ല, നിങ്ങൾ പോയിക്കോ. ഇജെന്താ ഇവിടെ ഒറ്റക്കിരിക്കണത്? എന്തിനാ സുഭദ്രാമ കാടിറങ്ങി ഇങ്ങോട്ടേക്ക് വന്നത്? ഏയ് ഒന്നുമില്ല. സുഭദ്രാമേ, അന്ന് നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നീനുട്ടോ. എന്ത് വാക്ക്? നിങ്ങൾ എങ്ങനെ കാട്ടിൽ പെട്ടോയേന്ന്. അതുമല്ല സുഭദ്രാമ എന്തിനാ കാടിറങ്ങി ഇങ്ങോട്ടേക്ക് വന്നേ? അത് അതാ സുഭദ്രാമേ. അതൊക്കെ വലിയൊരു കഥ, ഞങ്ങൾക്ക് ബോറടിക്കും. ഇല്ല, നമുക്ക് ഒരു ബോറും അടിക്കൂല. ഇജ് എന്റെ കഥ തുടരേ. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പണ്ട് കാണാൻ ഒരു അതീവ സുന്ദരിയായിരുന്നു. എനിക്ക് ഒരുപാട് മുടിയുണ്ടായിരുന്നു, കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് എങ്ങനെ ഇജ് മൊട്ടച്ചായി പോയേ? അതിന് പിന്നിലൊക്കെ ഒരു കഥയുണ്ട്. എന്നാ പറയ്. സുഭദ്ര, മോളെ സുഭദ്ര. ഈ പെണ്ണ് ഇതെന്തുറക്കാ? സുഭദ്ര എഴുന്നേറ്റേ. സുഭദ്ര, നേരെ എത്ര ആയെന്നറിയോ? അമ്മയുടെ പൊന്നുമോളെ എഴുന്നേറ്റേ. ദേ അച്ഛൻ അന്വേഷിക്കുന്നു മുത്തേ, വേഗം എഴുന്നേക്ക്. ആ മരുന്നുകളൊക്കെ ഉണ്ടാക്കാൻ മോളെ വിളിക്കുന്നുണ്ട്. ഞാൻ കുറച്ചു നേരം കൂടി കിടക്കട്ടെ അമ്മ. സുഭദ്ര പ്ലീസ് അമ്മ. ഇനി അച്ഛൻ വന്ന് നല്ല വഴക്ക് പറയുമ്പോ സുഭദ്ര മോളെ എഴുന്നേക്കും. അതുവരെ ഇവിടെ കിടക്കും. ഞാൻ എന്റെ വീട്ടിലെ ഏക പുത്രിയായിരുന്നു. ഒരുപാട് സ്നേഹവും ലാളനയും കിട്ടിയിട്ടാണ് ഞാൻ വളർന്നത്. എന്റെ നാടിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണ് ആ പ്രത്യേകത? പറയാം. സുഭദ്ര എഴുന്നേക്ക്. ഈ അമ്മ എന്നെ ഉറങ്ങാനും സമ്മതിക്കില്ല. എന്റെ സുഭദ്ര, മോക്ക് അറിയില്ലേ അച്ഛൻ അവിടെ ഒറ്റയ്ക്ക് പണിയെടുക്കാം. മോള് വാ, ആ പച്ചമരുന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അച്ഛനെ സഹായിച്ചേ. എന്തിനേതിനും ഞാൻ വേണം. എന്നെ അങ്ങ് കെട്ടിച്ചു പോയാലോ? നിങ്ങളൊക്കെ എന്ത് ചെയ്യും? സുഭദ്ര, വേണ്ടാത്ത വർത്താനം പറയല്ലേ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം താ. അതിന് നിന്നെ ഞങ്ങൾ കെട്ടിക്കില്ലല്ലോ. അതെന്താ? നീ ഞങ്ങളുടെ ദേവിയല്ലേ. ഞങ്ങളുടെ കാട്ടിലെ ദേവിയാ മോള്. മോളെ ഞങ്ങൾ ആർക്കും കൊടുക്കില്ല.